ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വലിയ നോമ്പിൻ്റെ അവസാന ആഴ്ചകളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. പ്രലോഭകൻ ഏദനിൽ ആദമിനെ പരീക്ഷിച്ചതുപോലെയും പഴയ നിയമത്തിൽ ഇയ്യോബിനെ പരീക്ഷിച്ചതുപോലെയും ഇവിടെ പുതിയ ആദാമാകുന്ന യേശുവിനെ പിശാച് പരീക്ഷിക്കുന്ന ഭാഗമാണിത്. 40 ദിവസത്തെ കഠിനമായ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം കർത്താവിനെ പിശാച് പരീക്ഷിക്കുന്ന ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 11 വരെയുള്ളതായ വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കർത്താവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷ. നീണ്ട ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും ഒരുവനെ എത്രമാത്രം ബലപ്പെടുത്തുന്നു ആയതിൻ്റെ തെളിവാണ് ക്രിസ്തു. കല്ലുകളെയെല്ലാം അപ്പമാകുവാൻ പിശാചിനൊരു പക്ഷേ സാധിച്ചേക്കാം. പക്ഷേ വിശപ്പുകളെയെല്ലാം അപ്പം കൊടുത്ത് ഇല്ലാതാക്കാൻ ഒരിക്കലും അവന് സാധ്യമല്ല. അങ്ങനെയെങ്കിൽ എല്ലാ വിശപ്പിനും തൃപ്തിപ്പെടുത്തുന്ന ഒരു ശക്തിയുണ്ടെങ്കിൽ അതാണ് യേശു ക്രിസ്തു എന്ന സംഗതി നാം തിരിച്ചറിയണം. പിഴച്ചുപോയ ലോകത്തെ ദൈവം നവീകരിച്ചത് 40 ദിവസത്തെ തുടർച്ചയായ മഴ പെയ്തുകൊണ്ടും മഹാപ്രളയം സൃഷ്ടിച്ചുകൊണ്ടാണ്. കൂടാതെ മോശ 40 രാവും 40 പകലും ദൈവത്തോടുകൂടി ചെലവഴിച്ചപ്പോഴാണ് ഉടമ്പടിയുടെ പത്രിക പുതുക്കി കിട്ടിയത്. പ്രിയരെ, 40 വർഷം ഇസ്രായേൽ ജനം മരുഭൂമിയിലായിരുന്നു. ഒരു പുതിയ സൃഷ്ടിയായി തീരാനായുള്ള അലച്ചിലായിരുന്നു അത്. നമ്മുടെ ഈ നോമ്പും ഉപവാസവും പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ളതായ ആത്മീക ബലം ഈ നോമ്പിലൂടെ നാം പ്രാപിച്ചെടുക്കണം. വിക്ടോറിയൻ കവിതകളിൽ പ്രശസ്തമായ റോബർട്ട് ബ്രൗണിംഗ് ഇപ്രകാരം പറയുന്നു: ഉള്ളിൽ ആത്മസംഘർഷം ഉടലെടുക്കുമ്പോൾ മനുഷ്യൻ മൂല്യമുള്ളവനായിത്തീരുന്നു. അതെ, കർത്താവ് മരുഭൂമിയിൽ അപ്പം കൊണ്ട് തൃപ്തിപ്പെടുത്തിയിരുന്നുവെങ്കിൽ അവന് ജീവിതം തീർത്തും പരാജയമാകുമായിരുന്നു. ക്രിസ്തു വിശപ്പിനെ വിശപ്പായി മാത്രം കണ്ടതുപോലെ യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായി കാണുവാൻ കഴിയുന്നതാകണം ഈ വലിയ നോമ്പ് കാലം. പ്രിയരെ, രാസലഹരിയുടെ ആസക്തിയിൽ അടിമപ്പെടുന്നതായ യുവതലമുറയെ ക്രിസ്തുവാകുന്ന ലഹരിയിൽ കൂടി സഞ്ചരിച്ച് അതിശക്തമായ പ്രലോഭനങ്ങളെ തരണം ചെയ്യുവാൻ ഈ നോമ്പുകാലം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.